പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. കൊല്ലം ഓടനാവട്ടം സ്വദേശി സിൻജോയാണ് പിടിയിലായത്. 4 പേർക്കെതിരെ വയനാട് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ട 12 വിദ്യാർത്ഥികൾക്കെതിരെ കൂടി സർവകലാശാല നടപടിയെടുക്കും. വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. അനൂപ്, ഈ പ്രധാന പ്രതി സിൻജോ ജോൺ എന്ത് കുറ്റമാണ് ചെയ്തത്? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എന്ന് നൽകുന്ന വിശദീകരണം എന്താണ്? ഒപ്പം തന്നെ മറ്റ് 3 പ്രതികൾ കൂടി അവർക്കെതിരെ കൂടി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഒരാൾ കൂടി കീഴടങ്ങിയതായ വാർത്തകൾ കൂടി വരുന്നുണ്ട്. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ വീണ്ടും ഒരു അറസ്റ്റ് നടന്നിരിക്കുകയാണ്. അത് മുഖ്യപ്രതി എന്ന മൊഴികളിലുള്ള സിൻജോ ജോൺസൺ എന്ന വിദ്യാർത്ഥിയാണ് കരുനാഗപ്പള്ളിയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് പിടികൂടുകയും ചെയ്തത്. ഇന്ന് പുലർച്ചെ സിൻജോ ജോൺസന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കൊല്ലം ഓടനാവട്ടം സ്വദേശിയാണ് സിൻജോ. ഇതോടൊപ്പം ഒരു വിദ്യാർത്ഥി കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുണ്ടെന്ന് അറിയുന്നു. അത് കാശിനാഥൻ എന്ന വിദ്യാർത്ഥിയാണ്. ഇവർക്കെതിരെ പോലീസ് ഇന്ന് രാവിലെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. അതിൽ ഉൾപ്പെട്ട 2 പേരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് എന്നാണ് വിവരം. ഇനി ഈ ലുക്കൌട്ട് നോട്ടീസുള്ള അജയ് കുമാർ, അതോടൊപ്പം ഷോദ് വിസാൽ തുടങ്ങിയവരെ പോലീസിന് പിടികൂടാനുണ്ട്. ഏതായാലും ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമായി നടത്തുകയാണ്. അനൂപ്, ഷിൻജോ ജോണിനെതിരെ ചുമത്തപ്പെട്ട കുറ്റം എന്താണ്? അദ്ദേഹം പ്രധാന പ്രതിയാണെന്നാണല്ലോ പറയുന്നത്. ഈ സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിച്ചതിൽ എന്ത് പങ്കാണ് ഷിൻജോ ജോണിനുള്ളത്? പ്രധാന പ്രതി എന്ന് ഇതിൽ പ്രധാനമായി ആരോപിക്കപ്പെടുന്നതിൽ 3 പേരാണുള്ളത്. ഈ അരുൺ, അതുപോലെ തന്നെ സിൻജോ, കാശിനാഥൻ തുടങ്ങിയവരെല്ലാമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഈ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച വിദ്യാർത്ഥികളായാണ് ഇവരെ കുറിച്ച് മൊഴികളുള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് ഇവർ പ്രധാന പ്രതികളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്നത്. ഏതായാലും പോലീസ് ഇക്കാര്യം സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല, ഔദ്യോഗികമായി വിശദീകരിച്ചിട്ടില്ല. എങ്കിൽ മാത്രമാണ് ഏത് വിധത്തിലാണ് ഇവർ ഈ വിദ്യാർത്ഥിയെ ആക്രമിച്ചത്, അത് ഈ ഇത്തരത്തിൽ ആത്മഹത്യാ പ്രേരണയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഇടപെടൽ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു. ഏതായാലും ഇവർ കസ്റ്റഡിയിലാക്കുന്നത് ഈ കുട്ടിയുടെ പിതാവ് ഉൾപ്പെടെ നേരത്തെ സിൻജോ ജോൺസൺ ഉൾപ്പെടെയുള്ളവർ ക്രൂരമായി മർദ്ദിച്ചു എന്ന് നേരത്തെ പോലീസിനോട് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പ്രതിക്കെതിരെയുള്ള അന്വേഷണം ഊർജിതമായി പോലീസ് നടത്തിയത്. ഇപ്പോൾ കസ്റ്റഡിയായ പ്രതിയെ സമയത്തിനകം തന്നെ വയനാട്ടിലേക്ക് കൊണ്ടുവരും, കൽപ്പറ്റ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അനൂപ്, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സിദ്ധാർത്ഥിന്റെ പിതാവ് പറഞ്ഞത് അവിടെ ഡീൻ, കോളേജിലൊരു ഡീൻ കൂടി കുറ്റക്കാരനാണെന്ന തരത്തിൽ പറയുകയും ചെയ്തിരുന്നു. പോലീസ് ഏതെങ്കിലും തരത്തിൽ അന്വേഷണം ഈ മേഖലയിലേക്ക് ഇത്തരത്തിൽ വ്യാപിപ്പിച്ചിട്ടുണ്ടോ? ഈ ഡീനിനെതിരെ ഏതെങ്കിലും ആരോപണം ഉള്ളതായി പോലീസ് പറയുന്നുണ്ടോ? അത്തരത്തിലൊരു കാര്യം ഏതായാലും പോലീസിന്റെ പരിഗണനയിൽ ഇപ്പോഴില്ല. ഈ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കോളേജ് അധികൃതർ വീട്ടുകാരെ അറിയിക്കുന്നതിൽ താമസം വരുത്തി ഈ കാര്യങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ചില ആരോപണങ്ങൾ അടിസ്ഥാനത്തിലാണ് അത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നത്. എന്നാൽ പോലീസ് അന്വേഷണം നടക്കുന്നത് ഇപ്പോൾ പ്രധാനമായും ഈ വിദ്യാർത്ഥിയെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും പിന്നീട് ആത്മഹത്യക്ക് കാരണമാകാനിടയുള്ള സാഹചര്യങ്ങൾ വരുത്തിയതുമായി ബന്ധപ്പെട്ടാണ്. ഏതായാലും അത്തരത്തിലുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 11 പേർ നേരത്തെയും ഇപ്പോൾ 2 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതിൽ 11 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പിടികൂടാനുള്ളത് ഏതാണ്ട് 8 പേരെയോളമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടത്. അതോടൊപ്പം അനൂപ്, ഈ 12 പേർക്ക് കൂടി എതിരെ കൂടി സർവകലാശാല നടപടി എടുത്തേക്കുമെന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ മൊത്തം എത്ര പേർക്കെതിരെയാണ് ഇപ്പോൾ സർവകലാശാല നടപടി? ഇവരെ ഈ പഠനത്തിൽ നിന്ന് വിലക്കുകയാണോ, പരീക്ഷയിൽ നിന്ന് വിലക്കുകയാണോ? ഏത് തരമാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്? കേരള വെറ്ററിനറി ഈ അനിമൽ സയൻസ് സർവകലാശാല പൂക്കോട് ക്യാമ്പസിലെ BBS ആൻഡ് അനിമൽ ഹസ്ബൻഡറി വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ്. ഈ വിദ്യാർത്ഥി ആക്രമിച്ച സംഭവത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി സെന്ററിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ആന്റി റാഗിംഗ് കമ്മിറ്റി ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തത്. കോളേജിലെ ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിൽ 31 വിദ്യാർത്ഥികൾക്ക് പഠനവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. 19 വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തേക്കും 12 വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തേക്കുമാണ് ഈ വിലക്ക്. ഇവർക്ക് അംഗീകൃത സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പഠനം നടത്താൻ ഒരു സാഹചര്യം ഉണ്ടായേക്കില്ല ഈ നടപടി കാരണം. ഇവരെ കോളേജ് ഹോസ്റ്റലിൽ നടക്കം പുറത്താക്കാനും കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആന്റി റാഗിംഗ് സ്ക്വാഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരിൽ നിന്ന് തെളിവെടുത്തിരുന്നു. ഇതിൽ നിന്നാണ് 31 പേരെ കുറ്റക്കാരായി കണ്ടെത്തിയതും ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചത്. ശരി, അനൂപാണ് വിവരങ്ങൾ നൽകിയത്. പൂക്കോട്ടെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതി എന്ന് പറയപ്പെടുന്ന ഷിൻജോ ജോൺ കൂടി ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു ആരോപണ വിധേയനായ കാശിനാഥൻ പോലീസിനു മുൻപിൽ കീഴടങ്ങിയതായ വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ 12 വിദ്യാർത്ഥികൾക്കെതിരെ കൂടി സർവകലാശാല കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ്. വിവരങ്ങളാണ് അനൂപ് നൽകിയത്.